Hi, hello. Sheila Hi. Josim. Yes. I'm Malvika Mohan. Welcome to Walk With Me. Thank you. So, ma'am, V-Star എന്ന് തന്നെ തുടങ്ങാമല്ലേ? അതെ അതെ. So, in 1995, അതെ. you started V-Star. Yes. What was the whole idea behind it? എങ്ങനെയാ അങ്ങനെ ഒരു സംരംഭം തുടങ്ങണം എന്ന് തോന്നിയത്? ഞാനങ്ങനെ ഇങ്ങനെ ബിസിനസ്സുകാരി ആവണം അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഡ്രസ് ഡിസൈനിങ്ങിനോട് ചെറുപ്പം മുതലേ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും അന്ന് സൽവാർ കമ്മീസൊക്കെ കേരളത്തിൽ ഇറങ്ങിയ സമയമാണ്. അപ്പം ബോംബെയിൽ നിന്നും സൂററ്റിൽ നിന്നൊക്കെയുള്ള നല്ല ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ വരുന്നത്. അപ്പം എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ചേരുന്ന ഡ്രസ്സുകളായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് മലയാളികൾ കുറച്ചും കൂടി സിംപിളർ ഡിസൈനും അല്ലെങ്കിൽ ഒരു സട്ടിലായിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് പറ്റിയത് ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. അന്ന് ഇവിടെ ഒന്നും ഇല്ല, ആരും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എനിക്കുള്ള ഡ്രസ്സുകൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ഇത് നന്നായിട്ടുണ്ടല്ലോ, ഇത് എവിടുന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ഡിസൈൻ ചെയ്ത് ടൈലറുടെ അടുത്ത് പോയിട്ട് തയ്പ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പലരും ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങിക്കൂടാ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുക, അപ്പോൾ ഇത്രയും സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാണ് വേറൊരു ബിസിനസ് വെച്ചാൽ ആൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ, എനിക്കതൊന്നും അറിയില്ല. ഞാനോർത്തു ഇതൊരു കേക്ക് വാക്കായിരിക്കും, ഞാനുണ്ടാക്കും, എല്ലാവരും വാങ്ങിക്കും, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ. അങ്ങനെ പിന്നെ കുറച്ച് നിർബന്ധമൊക്കെ പിടിച്ചപ്പോൾ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെയാണ് തുടങ്ങിയത്. കാരണം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, എനിക്ക് സ്ഥലമില്ല, എനിക്കതൊന്നുമില്ല, ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പോൾ എൻ്റെ മക്കളെ 8th-ലും 10th-ലൊക്കെ പഠിക്കുന്നു. അപ്പോൾ പിള്ളേർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറായി. എനിക്കാണെങ്കിൽ ഞാൻ കുറച്ചൊരു ഒരുപാട് ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ്. എപ്പോഴും എന്തായിട്ട് സ്വന്തമായിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി കളയാം, അങ്ങനെയാണ് ഒരു ഐഡിയ വന്നത്. സോ വെൻ യു സ്റ്റാർട്ടഡ് ദിസ്, എന്തൊക്കെയായിരുന്നു ഈ ഇത് തുടങ്ങുമ്പോൾ ഉള്ള ഇനിഷ്യൽ ചാലഞ്ചസ്? ഇപ്പം പറഞ്ഞല്ലോ സ്ഥലം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കും ആരെങ്കിലും മേടിക്കും എന്നൊക്കെ ഉള്ള ഒരു നൈവ് ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാണല്ലോ അതൊരു തുടക്കം വരുന്നത്. സോ അതൊക്കെ അങ്ങനെയല്ല എന്ന് റിയലൈസ് ചെയ്യുകയും അതിന്റെ ചാലഞ്ചസ് അതൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ അങ്ങനെ തുണികളൊക്കെ വാങ്ങിച്ചു, ഡ്രസ്സ്. അപ്പോൾ തുണിയെടുക്കാൻ പോയപ്പോൾ തന്നെ ആ ബിസിനസ്സുകാരന് അറിയാം, എന്നെ അത്ര അറിയില്ല, എൻ്റെ ഹസ്ബൻഡിനെ അറിയാം. എന്നോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കൊച്ചു സബ്ജക്റ്റിലെ പുള്ളിയുടെ വൈഫാണ്. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഇത്രയും മെറ്റീരിയലൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു സൽവാർ കമ്മീസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ബിസിനസ്, ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അയാളുടെ തുണിയെടുക്കാൻ പോയിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, വെറുതെ ആ മനുഷ്യനുണ്ടാക്കിയ പൈസയൊന്നും കളയണ്ട. ഇന്നേ വരെ അങ്ങനെ ഒരാൾ വിജയിച്ചിട്ടില്ല കേരളത്തിലൊരു തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് ഗാർമെൻറ്റ്സ്. കാരണം ഇവിടെ ഒന്നും കിട്ടില്ല എന്നൊക്കെ അയാൾക്ക് അറിയാലോ. അപ്പോൾ പറഞ്ഞു, വെറുതെ അയാളുണ്ടാക്കിയ പൈസയൊന്നും കളയണ്ട കേട്ടോ, ഞാനൊന്ന് ഉപദേശിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. തന്നെ എനിക്കാകെ, പക്ഷെ ഞാനത് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പിന്നെ ഒന്ന് ചെറുതായിട്ട് ഇല്ല, കാരണം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു പലരും പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളല്ല. ഞാനിത് വിജയിച്ചേ അടങ്ങും, അങ്ങനത്തെ ഒരാളാണ്. എൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഒരു ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല. അപ്പം എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞാൽ സാരില്ല, തുണിയൊക്കെ എടുക്കും, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തുണിയൊക്കെ എടുത്ത് അങ്ങനെ തുടങ്ങിയത്. സോ ഒരു എന്താ പറയുക, ഇതൊരു ഈ ഒരു പ്രസ്ഥാനം, ഇറ്റ് ഹാസ് എംപവേർഡ് എ ലോട്ട് ഓഫ് വിമൻ. അതൊക്കെ ഇറ്റ് ഹാപ്പൻഡ്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടാ ഞാൻ വലിയൊരു ലീഡറാണെന്നോ, ഞാനൊരു ഇമ്പാക്റ്റ്ഫുൾ ലീഡറാണെന്നോ, ഞാനൊരു സക്സസ്ഫുൾ ബിസിനസ് വുമൺ ആണെന്നോ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ അന്നും ഇല്ല, ഇന്നും അങ്ങനെയൊന്നും. ഞാനൊക്കെ വെറുതെ വളരെ ക്രിമിയാണ് സത്യം പറഞ്ഞ ബിസിനസ് വേൾഡിൽ. പക്ഷേ കേരളത്തിൽ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആളുകൾ അതൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. എന്നാലും ആ ഒരു വാട്ട് ഡിഡ് ദാറ്റ് ഇമ്പാക്ട് ഫീൽ ഫോർ യു പേഴ്സണലി? കാരണം ഇത്രയും അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. അതാ ഞാൻ അങ്ങനെ വലിയ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഞാനാണോ എനിക്കറിയില്ല, ഞാനതൊന്നും എൻ്റെ മനസ്സിലില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു.
കച്ചവടത്തിന്റെ കൂടെ ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പക്ഷേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ അങ്ങനെ അധികം ആക്റ്റീവായിട്ടുള്ള ആളല്ല. എൻ്റെ ഹസ്ബൻഡ് അതൊക്കെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കഴിവുകളൊക്കെ വളരെ വളരെ കുറവാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി എനിക്കുള്ളൂ ബിസിനസ് കാര്യത്തിൽ. ബാക്കി കാര്യത്തിൽ ഉണ്ടായിരിക്കാം. ഗാർഡനിങ് എനിക്കിഷ്ടമാണ്, പെയിന്റിങ്, അതിലൊക്കെ എനിക്ക് ബിസിനസ്സിൽ എനിക്ക് കഴിവില്ലെന്നല്ല. ബട്ട് കമ്പയർഡ് ടു മൈ ഹസ്ബൻഡ് എൻ്റെ കേപ്പബിലിറ്റി കുറവാണ്. അതെനിക്കറിയാം, ആ ലിമിറ്റേഷൻ എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡിക്ഷണറിയിൽ ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ പക്ഷെ ഞാനൊരു സ്പോർട്സ് ഗേളും കൂടിയാണ്. അതെ, അപ്പോൾ ഞാനൊരു യൂണിവേഴ്സിറ്റി ഹോക്കി പ്ലെയർ ആയിരുന്നു കോളേജിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് തോറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ് കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടാനും അല്ലെങ്കിൽ തോൽവീനെ എംബ്രേസ് ചെയ്യാനും അതിൽ നിന്ന് സക്സസ്സിലേക്ക് പോകാനും ഒക്കെയുള്ളൊരു മനസാന്നിധ്യം എനിക്കുണ്ട്. അത് ആ സ്പോർട്സ് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ പേഴ്സണലി ഞാൻ അങ്ങനത്തെ ഒരാളുമാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അങ്ങനെ നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കാറില്ല. സോ ചിറ്റിലപ്പള്ളി സാറിന്റെ കാര്യം പറഞ്ഞു. ഹൗ വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഓൾ ഓഫ് ദിസ്? ലൈക്ക് ഫിനാൻഷ്യൽ മാത്രമല്ല, ഇൻ ടേംസ് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്? അതൊക്കെ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നായിരുന്നു. പക്ഷേ എന്താ പറയുക, അപ്പം അതുവരെ ഞാനൊരു ഹൗസ് വൈഫായിരുന്നു. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആളുടെ കംഫർട്ട് ലെവലൊക്കെ കുറച്ച് കുറയും. കാരണം ഞാൻ കുറച്ച് ബിസി ആവുന്നു. അതുവരെ ഞാൻ ഫുൾ ടൈം അടുക്കളയിലും ആളുടെ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന ഒരാൾ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ സമയം അതിൽ നിന്ന് പോകുമ്പോൾ ഹി വിൽ ഹാവ് ടു സഫർ എ ബിറ്റ്, കുറച്ചൊക്കെ. പക്ഷെ അതില്ലാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പോലും ആളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എനിക്ക് മെയ്ഡില്ല. അപ്പോൾ ആളുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ അതുപോലെ അത് കഴിയുന്നു ഇല്ലാതെയാക്കാൻ നോക്കും. എന്നാലും ചില സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവും കുറച്ചൊരു തിരക്ക്. ഇപ്പോൾ ഇന്ന് ഭാഗ്യത്തിന് ഞാനത് ഓർത്തു, സെർവൻ്റ് ഇല്ലയെന്ന്. ചിലപ്പോൾ ഞാനത് ഓർത്തില്ലെങ്കിൽ അതൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സമയത്തൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ വരും. അതൊക്കെ പിന്നെ എല്ലാ ജീവിതത്തിലും പറഞ്ഞിട്ടുള്ളത്, ദേഷ്യവും വഴക്കും. അതൊക്കെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ എങ്ങനെയാണ് സാറ് ഗൈഡ് ചെയ്തത് ഈ ഒരു കാര്യത്തിൽ? അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ നിനക്ക് ഉണ്ടാക്കാൻ അറിയുമല്ലോ, അപ്പോൾ നീ ഉണ്ടാക്ക്, ഞാനത് വിൽക്കാനൊക്കെ സഹായിക്കാമെന്ന് വെച്ചാൽ ഉപദേശങ്ങൾ തരാമെന്ന് മാത്രം. അല്ലാതെ ഒരാളോട് പോലും എൻ്റെ ഭാര്യ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അത് വാങ്ങിക്കണം എന്നൊന്നും പറഞ്ഞിട്ടുമില്ല, പറയുന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല. അതൊക്കെ എന്നെ ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്. അതുപോലെ നീ തന്നെ സർവൈവ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെയൊന്നും പറഞ്ഞു തരില്ല. പക്ഷെ ഒരു 3 മാസം കൂടുമ്പോൾ മീറ്റിങ്ങിന് വരും. അന്നും അതെ ഇന്നും അതെ. അതിൽ കൂടുതൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശം തരും. പിന്നെ വീട്ടിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യും, അതിന് വേണ്ട ഉപദേശം തരും. അതിൽ കഴിഞ്ഞ് വേറെ അങ്ങനെ ഇൻവോൾവ് ചെയ്യൽ കുറവാണ്. കാരണം ആൾക്ക് അറിയാത്തൊരു സബ്ജക്റ്റാണ് ഫാഷൻ, ഗാർമെൻറ്റ്സ് എന്നൊന്നും പറഞ്ഞ ആൾക്ക് അങ്ങനെ അറിയുന്നൊരു സബ്ജക്റ്റല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ഇല്ല. ജനറൽ ബിസിനസ് അഡ്വൈസസ് അത് തരും. ആൻഡ് എനിക്ക് ഭയങ്കര നല്ല ഒരു കാര്യമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, വെൻ യു സ്റ്റാർട്ടഡ് ദിസ് ആൻഡ് യു ക്വിക്ക്ലി ഗെയിൻഡ് കേരളയിലെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ്. അപ്പം ആ ഒരു ഗുഡ് വിൽ ഇത്രയും പെട്ടെന്ന് ഒരു ബ്രാൻഡിന് ഉണ്ടാവുക എന്നുള്ളത്, വാസ് ഇറ്റ് എ സ്പിൽ ഓവർ ഫ്രം ആ വി ഗാർഡ് ഫാമിലിയിലുള്ള ഒരു പ്രോഡക്റ്റ് എന്നുള്ളതാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതോ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് യുവർ പ്രോഡക്ട്സ് മാത്രമാണോ? അതോ ഇസ് ഇറ്റ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ഓഫ് ഇറ്റ്? കോമ്പിനേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വി ഗാർഡിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് കോഴ്സ് അത് ആദ്യം ബിഗിനിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വി ഗാർഡ് ആണെങ്കിലും പല പ്രോഡക്ട്സ് നിർത്തിയിട്ടുള്ളതാണ്. ക്ലോക്ക്, അങ്ങനെ ഒരു ടൈം പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫാക്ടറായിരിക്കാം. അത് വെൻ യു എൻ്റർ ദ മാർക്കറ്റ് അതൊരു ഇൻട്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. അതിൽ കവിഞ്ഞ് പിന്നീട് ആ ഒരു മേഴ്സിയൊന്നും മാർക്കറ്റ് നമ്മളോട് കാണിക്കില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ്, എന്താണ് നിങ്ങളുടെ പ്രൈസ് റേഞ്ച്, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണോ, ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റാണോ, അതുവരെ ഇല്ലാത്ത എന്താണ്, നിങ്ങളുടെ പുതിയ പ്രത്യേകത എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ,
ഇതൊക്കെയാണ് പിന്നെ നമുക്ക് വാല്യൂ അഡീഷൻ കിട്ടുന്ന ഫാക്ടേഴ്സ്. അവിടെയാണ് ഞാൻ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ ഹൗ ഡു യു പ്രസൻറ്റ്, അഡ്വർടൈസ്മെൻ്റ് എങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതുവരെ ബ്രാ ആഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു ആഡുകളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ബ്രാ ഉണ്ടാക്കുന്ന ആൾക്കാരോടും റെസ്പെക്റ്റ് ഇല്ല, ആ ഗാർമെൻസിനോടും റെസ്പെക്റ്റ് ഇല്ല, അങ്ങനെയുള്ള ബ്രാൻഡുകളോടും റെസ്പെക്റ്റ് ഇല്ല, അങ്ങനത്തെ ആഡുകൾ കാണാനും ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ആഡുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ ആവണം എനിക്ക്. ഞാനങ്ങനെ പുതിയ തരത്തിലുള്ള ആഡുകളും വളരെ എന്താ പറയുക സഫിസ്റ്റിക്കേറ്റഡും ആളുകൾക്ക് കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നാത്തതായിട്ടുള്ള ആഡുകൾ ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ആ ബ്രാ എന്നുള്ള പ്രോഡക്റ്റിന് ഒരു റെസ്പെക്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഒരുപാട് ബ്രാൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ വന്നാലും ഞാനായിരിക്കും ഏറ്റവും ടോപ്പ്. ഞാനാണ് ടോപ്പ് ആണ്. ഞാൻ അഹങ്കരിച്ച് പറയുന്നതല്ല. ഇത്രയും ബ്രാൻഡുകളൊക്കെ വന്നിട്ട് എനിക്ക് എന്നെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ എന്നെ മുന്നോട്ടാക്കാനോ ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല. യു ഓൾസോ ഹാഡ് ദ ഫസ്റ്റ് മൂവേഴ്സ് അഡ്വാൻറ്റേജ് അല്ലേ ഈ ഒരു ഇതിൽ. സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി കം. അങ്ങനെ അതിനേക്കാളും മുമ്പുള്ള ബ്രാൻഡും ഉണ്ട്, ഞാൻ അവരെയും ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ ഒരു ടീമുണ്ട് ആൾക്കാർ. അവർ ഇതിന് വേണ്ടിയിട്ട് രാത്രിയും പകലും വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ വിചാരിച്ചാലൊന്നും ഒന്നും നടക്കില്ല. ഒരു ഓണ്ടർപ്രണർ വിചാരിച്ചാൽ മാത്രം എല്ലാ കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ അവരുടെ ഒരു കോർ ടീമുണ്ട്. ആ ടീമാണ് ഇതിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ മുന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. മാം, you've been doing this for so long, അല്ലേ? What are those എന്താ പറയുക ലീഡർഷിപ്പ് വാല്യൂസ് that has helped you push through these 3 decades into the market? ആ ഒരു V-Star എന്ന ബ്രാൻഡിനെ 3 ഡെക്കേഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്ത് ലീഡർഷിപ്പ് വാല്യൂസ് ആണ് മാം നോക്കുന്നത്? ഒരു ബിസിനസ് വുമൺ അല്ലെങ്കിൽ ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിൽ ഒരു ടീം ഉണ്ടാവും. ആ ടീം അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഡറായിട്ടാണ്. അവരെ ഗൈഡ് ചെയ്യുക, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, അവരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുക, അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അപ്രിഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അതിനോടുകൂടി എമ്പത്തൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ട് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. എനിക്ക് ആർക്കെങ്കിലും ഒരു വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സലിയുകയും ചെയ്യും. അതിനോടുകൂടി എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ സർവീസ് മൈൻഡഡ് പേഴ്സണാണ് ബേസിക്കലി ഞാൻ. പ്ലസ് കുറച്ച് നമുക്ക് കോമൺ സെൻസ് വേണം. ഇപ്പോൾ നമ്മളെ പലരും പറ്റിക്കാൻ നോക്കും, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് കോമൺ സെൻസ് വേണം. പിന്നെ ഇവരുടെ ഒരു നല്ലൊരു ലീഡറായി കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ അതാണ് ഒരു നല്ല ലീഡറുടെ ലക്ഷണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലക്കിലി എനിക്കതൊരു ആ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് എൻ്റെ കൂടെ ഒരുപാട് പേര് എന്താ പറയുക 28 വർഷമൊക്കെ ആയിട്ട് എന്നെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഗുണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് നൈസ്. സോ ഞാൻ മാം എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, when you put on if you put on weight you can immediately figure it out by the size of your blouse. അപ്പം മാം ആ ഒരു എന്താ പറയുക ഒരു ഹെൽത്തിനെ ലൈക്ക് നമ്മുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി കോൺഷ്യസ്നെസ്സിനെ വരെ നമ്മൾ ആ ഗാർമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. സോ ഹൗ ഡു യു തിങ്ക് ലൈക്ക് ദാറ്റ്? എനിക്ക് തോന്നുന്നു നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇന്നർ വെയേഴ്സാണ്, അല്ലെങ്കിൽ ഞാനൊരു ഐ ഹാവ് ടു ബി എ മോഡൽ അല്ലേ. അപ്പോൾ ആ മോഡലാവണമെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് നടന്നാൽ മാത്രം പോരാ, നമ്മൾ നമ്മുടെ ബോഡി എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതും നമ്മുടെ താഴെയുള്ളവർക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സ്പോർട്സ് പേഴ്സണായിരുന്നു. അപ്പോൾ എവറി ഡേ ഒരു 3/4 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഐ സെലിബ്രേറ്റഡ് മൈ 72nd ബർത്ത്ഡേ. 72 ഇയേഴ്സായി. അപ്പോൾ ആ വയസ്സിൽ ആ ബ്ലൗസിൻ്റെ അളവ് ഒരു 20 കൊല്ലമായിട്ട് സെയിം ബ്ലൗസ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളൊരു ചാലഞ്ചാണ് ഞാൻ എടുത്തത്.
അപ്പോൾ അത് വണ്ണം കൂട്ടാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. ചിലപ്പോൾ 2-3 കിലോ ഒക്കെ കൂടും ട്രാവൽ കഴിയുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് സീസൺ കഴിഞ്ഞപ്പോൾ 2-3 കിലോ കൂടി, കേക്ക് അതൊക്കെ കഴിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ കല്യാണങ്ങൾ. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാനൊരു ഡയറ്റിലേക്ക് മാറും. ആൻഡ് ജനറലി ഞങ്ങൾ അങ്ങനെ ഓവർ ഈറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു എഗ്ഗ്, 3 കഷ്ണം പൈനാപ്പിൾ, ഒരു 5-6 എന്താ പറയുക ആൽമണ്ട്, അതല്ലെങ്കിൽ കുറച്ച് റാഗി, 4 സ്പൂൺ റാഗി പോറിഞ്ച്, അതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, അപ്പം, ചിക്കൻ കറി, ഇങ്ങനത്തെ ഒരു സാധനം ഞങ്ങളുടെ അടുക്കളയിൽ ഇല്ല രാവിലെ. ഇല്ല. ഫെസ്റ്റീവ് സ്പെഷ്യൽ അത് വല്ല ക്രിസ്മസ് ഈസ്റ്ററിനൊക്കെ വല്ലപ്പോഴായി, അല്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് 10-30 വർഷമായിട്ട് ഇല്ല പരിപാടി. എൻ്റെ പിള്ളേർക്കും ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ചുണ്ട്. ലഞ്ചിന് ചോറോ ബിരിയാണിയോ വാട്ടെവർ എന്താണെങ്കിലും അതൊക്കെ ഒരു പരിമിതമായിട്ട് കഴിക്കും. പിന്നെ 4 മണിക്ക് ഒരു ഹാഫ് കപ്പ് കോഫി, അതിൻ്റെ കൂടെ അധികം സ്നാക്സ് ഒന്നും ഇല്ല, ഒരു ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിക്കും. രാത്രി സാലഡ് മാത്രം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഭക്ഷണം. അപ്പം എന്നോട് എല്ലാവരും പറയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, നിങ്ങൾക്കൊന്നും അനുഭവിക്കാൻ യോഗമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്ക് 2 പേര് ആ കാര്യത്തിൽ ലൈക്ക് മൈൻഡഡ് ആണ്. എന്നെക്കാളും 10 ഇരട്ടിയാണ് ആരോഗ്യ നോട്ടം എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ പിന്നെ ഞാനതും ഞങ്ങൾ 2 പേരും ആ കാര്യത്തിൽ വളരെ യോജിപ്പാ. അപ്പൊ ആ ഭക്ഷണം കുറവ് തന്നെയാണ് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഹെൽത്തി ആവാനും. അപ്പൊ ഈ സമയത്ത് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു മാരത്തോൺ ഓടാം. അപ്പൊ അതൊക്കെ അങ്ങനെ അത്രയും സൂക്ഷിക്കുന്നുണ്ടാ. സോ മാം സ്പോർട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടെൽ മീ മോർ അബൌട്ട് യുവർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ വടക്കാഞ്ചേരിയിലൊരു ഗവൺമെൻറ് സ്കൂളിലും കോൺവെൻറ്റ് സ്കൂളും ആയിട്ടായിരുന്നു എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. അത് മലയാളം മീഡിയം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിൽ വന്നപ്പോൾ സെൻറ്റ് മേരീസ് കോളേജിലാണ് പഠിച്ചത്. 2nd ഗ്രൂപ്പായിരുന്നു. അപ്പം മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയം വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അതും ഭയങ്കര ടഫ് സബ്ജക്റ്റ്, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് വന്നപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്തത് ഹോം സയൻസ് ആയിരുന്നു. അപ്പോൾ ഹോം സയൻസ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ള ആർട്സും അല്ലെങ്കിൽ ടൈലറിങ്, ഫുഡ്, കുക്കിംഗ് അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട്സാണ്. പിന്നെ അതിൻ്റെ ഒരുപാട് തിയറീസും അവിടെയുണ്ട്. ഫുഡിൻ്റെ ഒക്കെ കെമിസ്ട്രിയും ബയോ കെമിസ്ട്രിയും ഉണ്ട്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. അപ്പം രോഗികൾ എന്ത് തരം ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് ഇതിലത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ഈ ഡ്രസ് മേക്കിങ്ങിൻ്റെ കുറച്ചും കൂടെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പഠിച്ചത്. അങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. അല്ല, ഞാൻ അതിന് മുമ്പേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ സ്കേർട്ടൊക്കെ തയ്ക്കും. 5ൽ 6ലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ മെഷീനുണ്ട്. അപ്പോൾ ഞങ്ങൾ 12 മക്കളാണ് വീട്ടിൽ. അപ്പം അമ്മയ്ക്കൊന്നും ഇപ്പോൾ ഞങ്ങളെയൊന്നും അങ്ങനെ ഞങ്ങളുടെ പുറകെ നടക്കാനൊന്നും സമയമൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തോണ്ട്. അപ്പം സാറ്റർഡേ ആണെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ കഴുകുക, അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ സ്കേർട്ടൊക്കെ ഞാൻ 8ൽ 6ലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ തയ്ച്ചിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ അതിനോടൊരു ഇഷ്ടമുണ്ട്. എൻ്റെ ചേച്ചിമാരൊക്കെ തയ്ക്കും, എൻ്റെ അമ്മ തയ്ക്കും, എംബ്രോയിഡറി ഒക്കെ ചെയ്യും. അങ്ങനെ അതങ്ങനെ മിക്കവാറും പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഞാൻ വേറൊരു കാര്യം, ശിവം മാം പുറത്തൊക്കെ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കുള്ള ഈ ആഡ്സിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ വേറൊരു കാര്യമാണ്, വണ്ടർലാൻഡ് തുടങ്ങുന്ന സമയത്ത് യു ബോത്ത് ട്രാവൽഡ് അ ലോട്ട്, പുറത്തുള്ള അമ്യൂസ്മെന്റ് പാർക്സിന്റെ ഒക്കെ ആ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ ഒത്തിരി പഠിച്ചു. മാമിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ടുവേർഡ്സ് അങ്ങനത്തെ ഒരു, കാരണം അതും ഈ പറഞ്ഞ പോലെ ഡിസൈൻ ബേസ്ഡ് ഒരു സാധനമാണ്. അതിനകത്ത് ഒത്തിരി എസ്തെറ്റിക്സ് ഇൻവോൾവ് ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഫുൾ ഫാമിലി വരുന്ന ഒരു സ്ഥലമാണ്. എന്റർടൈൻമെന്റ് ഉണ്ട്, ക്ലീൻലിനെസ് ഉണ്ട്, ബ്യൂട്ടി ഉണ്ട്, ടെക്നോളജി ഉണ്ട്, സയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഒരു പാർക്കിൽ. അപ്പൊ അതിന്റെ ആ ഗാർഡനിങ് എന്ന് പറഞ്ഞ ഭാഗം ആണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫുഡ് എന്തെങ്കിലുമൊക്കെ നീ ടേസ്റ്റ് ചെയ്തിട്ട് അതിലത്തെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ അന്ന് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം പോയിട്ട് ഗാർഡൻ അവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഞാൻ ഇൻവോൾവ് ചെയ്തത്. അതെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ചെടികൾ ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത്. വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് വലിയ ചാക്കുകളിലൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കൊണ്ട് അവിടെ നടുക ചെയ്തത്. അപ്പോൾ എനിക്ക് ഗാർഡനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഗാർഡൻ ഉണ്ട്, അന്ന് തൊട്ടുണ്ട് ഇപ്പോഴും ഉണ്ട്. ഈ ഗാർഡനിലാണ് എൻ്റെ ഒഴിവ് സമയം ഞാൻ ചിലവഴിക്കുന്നത്. ബോൺസായി ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. മാം എന്താണ് ഇപ്പൊ വെൻ എന്ന് പറഞ്ഞിട്ട്, അതായത് വിമൻ ഓൺട്രപ്രനേഴ്സ് നെറ്റ്വർക്ക്, വാട്ട് ഈസ് ദി അഡ്വൈസ് ഓർ എന്താണ്, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ്
ആ ഒരു വിമൻ ഫൗണ്ടേഴ്സിന് വേണ്ടി മാം വെന്നിലൂടെ പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? സി ഇതങ്ങനെ വെന്നെന്ന് പറഞ്ഞിട്ടൊന്നും തുടങ്ങിയ ഒരു സബ്ജക്റ്റ് അല്ല അത്. ഒരു ഓർഗനൈസേഷൻ അല്ല അത്. ഞങ്ങളിങ്ങനെ ഞാൻ വേറൊരു ഓർഗനൈസേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ വെക്കും. അപ്പം അറ്റൻഡീസിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ലോ കോളേജിൽ നിന്ന് കുറേ പെൺപിള്ളേരെ കൊണ്ടിരുത്തും, സെൻറ്റ് റിസാസിൽ നിന്ന് കുറേ പെൺപിള്ളേരെ കൊണ്ടിരുത്തും. കാരണം സ്പീക്കേഴ്സ് വരുമ്പോൾ ആരെങ്കിലും ഓഡിയൻസ് വേണമല്ലോ. അപ്പോൾ അതേസമയം ഇത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. അവരാരാന്ന് ഞങ്ങൾക്കിട്ട് അറിയില്ല, അവരെ വിളിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് പുഷ്പിയും കൂടെ പറഞ്ഞു നമുക്കൊരു നെറ്റ്വർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ. അന്ന് വാട്സപ്പൊക്കെ ഇറങ്ങിയ സമയം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ പരിചയമുള്ളവരെ ചേർത്താം, പുഷ്പിയുടെ ഫ്രണ്ട്സിനെ ബിസിനസ്സിലുള്ളവരെയൊക്കെ ചേർത്ത് അങ്ങനെ ചേർത്ത് ഒരു 3 മാസം കൊണ്ട് ഒരു 70 പേരായി. അപ്പോൾ 70 പേരായപ്പോൾ ഞങ്ങൾക്കതൊരു റെസ്പോൺസിബിലിറ്റി. ഇനി എന്ത് ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോകണമല്ലോ, ഇപ്പം ഇവരെ ഗൈഡ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ദേ ആർ ലുക്കിംഗ് അപ് ടു അസ്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെ പിന്നെ 100 പേരായി, 150 പേരായി. അപ്പം ഞങ്ങളൊരു സൊസൈറ്റി ആയിട്ട് അത് ഫോം ചെയ്തു, രജിസ്റ്റർ ചെയ്തു. ഞാൻ എൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റായി. അങ്ങനെയാണ് വെൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടാക്കി, വുമൺ എൻ്റർപ്രണേഴ്സ് നെറ്റ്വർക്ക് എന്നും വെൻ എന്നുള്ളൊരു ലോഗോയൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് വെൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വെൻ വളർന്ന് ഇപ്പോൾ 1000 മെമ്പേഴ്സ് ഉണ്ട്. യെസ്, 5 ചാപ്റ്റേഴ്സായിട്ട് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരും കൂടെ ഞങ്ങൾ ഒരു കഴിഞ്ഞ വർഷം തുടങ്ങി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ ലേണിംഗ് പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ ഈ ഗ്രൂപ്പുകളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൽ, അതായത് ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഞാൻ പോസ്റ്റ് ചെയ്യും, അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നവരത് പോസ്റ്റ് ചെയ്യും, ടൈലറിങ് ചെയ്യുന്നവരത് ചെയ്യും. അപ്പോൾ അതിലുള്ളവർ മാക്സിമം അതിലുള്ളവരുടെ എന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഒരു ബിസിനസ് നെറ്റ്വർക്കായിട്ട് മാറി. അങ്ങനെ ഒരുപാട് പേര് അതിൽ കൂടെ വളർന്നു വന്നവരുണ്ട്. അപ്പോൾ പിന്നെ വെന്നിന് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു എക്സ്പോഷറായി. ഇവിടെ എന്ത് മാനേജ്മെന്റ് ഫെസ്റ്റ് വന്നാലും ഞങ്ങൾക്ക് വെന്നിനൊരു ഇൻവൈറ്റ് ഉണ്ട്. വെന്നിൽ നിന്ന് കുറേ പേരെ ഇൻവൈറ്റ് ചെയ്യും. ഈവൻ സ്പീക്കേഴ്സായിട്ടും പാനൽ ഡിസ്കഷനിലായിട്ടും ഒക്കെ വെന്നിലത്തെ 2-3 പേര് ഇവിടുത്തെ എല്ലാ ബിസിനസ് ഇവൻറ്റിലും ഉണ്ടാവും. അങ്ങനെ അതികൂടെ ഒരുപാട് പേർക്ക് എക്സ്പോഷർ കിട്ടി. അവരൊക്കെ നല്ല സ്പീക്കേഴ്സായി, നല്ല ബിസിനസ് വുമണായി. അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് നഴ്സർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. ഇറ്റ് സോ ഹാപ്പൻഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അതിനുവേണ്ടി അങ്ങനെ ഒന്നും ചെയ്തിട്ടല്ല. It happened. Everything fell into place. And there was no exclusive ഒരു ഓർഗനൈസേഷൻ ഫോർ ലേഡീസ് ഉണ്ടായിരുന്നില്ല. സോ ആ ഗ്യാപ്പാണ് വെൻ ഫില്ല് ചെയ്തത്. അത് ദാറ്റ് വാസ് നീഡ് ഓഫ് ദ ആർ. അത് വിമൻ അണ്ടർസ്റ്റുഡ് ഇറ്റ് ആൻഡ് they realized and they liked it so much and they all worked for it. അവരാണ് വെന്നിനെ ഇതുവരെ കൊണ്ടുവന്നത്. അതും ഞാനെന്ന് പറയാൻ പറ്റില്ല. I was there at the back but they were working for it. മാം, ഈ നമ്മൾ മാർക്കറ്റിനെ പറ്റി സംസാരിച്ചില്ല. അപ്പം യു ഓൾസോ ഹാവ് എക്സ്പോർട്ട്, ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് അല്ലാണ്ട്. കെൻ യു എക്സ്പ്ലെയിൻ എ ലിറ്റിൽ ബിറ്റ് മോർ അബൌട്ട് ദാറ്റ്? ഞങ്ങൾ കേരളത്തിലാണ് തുടങ്ങിയത്. ആദ്യം കേരള ആയിരുന്നു ഞങ്ങളുടെ മാർക്കറ്റ്. പക്ഷെ അന്ന് തന്നെ ആ ഒരു വിതിൻ ഫ്യൂ ഇയേഴ്സ് ഞങ്ങൾക്ക് ഗൾഫിൽ നിന്നുള്ള കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നു. ആദ്യം ലുലു ആയിരുന്നു. ഇപ്പോഴും ലുലു തന്നെ ഞങ്ങളുടെ വലിയ ഒരു എന്താ പറയുക ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെയുള്ള വേറെ കുറേ അൽമദീന അങ്ങനത്തെ കുറേ ചെയിൻ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞങ്ങളുടെ പ്രോഡക്ട്സ് വിൽക്കുന്ന ആൾക്കാരാണ്, ഡീലേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഗൾഫ്, പിന്നെ സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദുബായിലേക്കാണ് മെയിനായിട്ട്. ഇതാണ് എക്സ്പോർട്ട് മാർക്കറ്റ്. അതർ ദാൻ ദാറ്റ് ഞങ്ങളൊരു 4-5 വർഷം മുമ്പ് ഞങ്ങൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന ഈ സ്ഥലങ്ങളിലും മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ചെറിയ തോതിൽ വളർന്നു വരും. ഇപ്പം ഐ സീ എ ലോട്ട് ഓഫ് V-Starന്റെ സ്റ്റോർസ് ഓൾസോ. അതുണ്ട്. അത് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു 10 വർഷം മുമ്പ് ആദ്യത്തെ സ്റ്റോർ തുടങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് ഒരു 59 സ്റ്റോറായി കേരളത്തിൽ. പിന്നെ ഒരെണ്ണം കോയമ്പത്തൂരുണ്ട്. ഈ ബാക്കി സ്റ്റേറ്റ്സിലും ഒക്കെ ഈ കൊല്ലം നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ തമിഴ്നാട്, കർണാടകയൊക്കെ കുറേശ്ശെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞങ്ങളുടെ എല്ലാ പ്രോഡക്ട്സും ഷോക്കേസ് ചെയ്യാൻ പറ്റും. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫാമിലിക്കുള്ള എല്ലാ ഗാർമെൻറ്റ്സും അവിടെയുണ്ട്, ഫോർ മെൻ, വിമൻ ആൻഡ് കിഡ്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കതൊരു ആ ബ്രാൻഡിനെ ഒന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ച ഒരു ഘടകമാണ് അത്. അതായിരുന്നു എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ദാറ്റ് നൗ യു ഹാവ് ഓൾസോ വെഞ്ചേർഡ് ഇൻ ടു മെൻസ് ക്ലോതിങ്. അപ്പം അതിന് വേറെ ഒരു സെറ്റ് ഓഫ് റിസർച്ചും അല്ലെങ്കിൽ വേറൊരു ടീം? ഡെഫിനറ്റ്ലി എല്ലാം നല്ല സ്റ്റഡി നടത്താതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ മെന്നിൻ്റെ ഇന്നർ വെയർസ് തുടങ്ങി, പിന്നെ അവരുടെ ലിഷർ വെയർ, ടീഷർട്ട്സ്, ബ്രീഫ്, വെസ്റ്റ്, ട്രങ്ക്സ്. ഇപ്പോൾ ബ്രീഫിനേക്കാളും ട്രങ്ക്സാണ് മോസ്റ്റ് ഓഫ് ദ മെൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അതിലേക്ക് പുതിയ മെറ്റീരിയൽസ് ഒത്തിരി ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൊഡാൽ എന്ന് പറഞ്ഞിട്ട് ഈ പൈൻ വുഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഫൈബർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗാർമെൻറ്റ്. അത് ഭയങ്കര സിൽക്ക് പോലെ സോഫ്റ്റാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ഇട്ടും തോന്നില്ല, അത്ര കൂളാണ്. അത് തണുപ്പുള്ള തരുന്ന ഒരു മെറ്റീരിയലാണ്. ടെമ്പറേച്ചർ തന്നെ അത് 3-4 ഡിഗ്രി കുറയ്ക്കുന്ന പറയുന്നത്. അത്രയും കംഫർട്ടബിൾ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത പിന്നെ ലോട്ട് ഓഫ് മെൻ ആർ വി സ്റ്റാർ കസ്റ്റമേഴ്സ്. അപ്പോൾ എന്നോട് കാണുന്നവരൊക്കെ വന്ന് പറയും ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ബെസ്റ്റാണ്, നല്ല വാല്യൂ ഫോർ മണിയാന്ന് പറയും. എൻ്റെ ആ പ്രൊഡക്ട്സ് വിമനും വേണ്ടിയിട്ടും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇറക്കിയൊരു പ്രൊഡക്റ്റാണ് ഒരു കംഫി ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട്, വി സ്റ്റാറിൻ്റെ ഒരു ബ്ലൗസ്. അതെ, അത് വിസ്കോസും ലൈക്കറയും കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അതും കൂൾ മെറ്റീരിയലാണ്, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ അമ്മയ്ക്കും മോൾക്കും ഇടാം എന്നുള്ള പോലത്തെ ഒരു ഇതാണ്. നമ്മളൊരു 10 കിലോ കൂടിയാലും ഒരു 10 കിലോ കുറഞ്ഞാലും നമുക്ക് ആ ബ്ലൗസ് ഇടാം. അങ്ങനെ ഒരു ഇറ്റ്സ് എ മാജിക് ബ്ലൗസ്. അപ്പോൾ അത് ഒരുപാട് കസ്റ്റമേഴ്സ് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും നല്ലൊരു മാർക്കറ്റ് ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടി. മാം, എന്താണ് വി സ്റ്റാറിൻ്റെ നെക്സ്റ്റ് 5 years അല്ലെങ്കിൽ നെക്സ്റ്റ് 10 yearsൻ്റെ ഒരു പ്ലാൻ എന്താണ്? ഞങ്ങളൊരു നെക്സ്റ്റ് 5 yearsൽ ഞങ്ങളൊരു IPO പോകണം. അങ്ങനെ ഒരു ടേൺ ഓവർ നല്ലോണം ഉയർത്തിയൊരു 300 കോടി 350 കോടിയിലേക്ക് ഉയർത്തണം. ഇപ്പം ഞങ്ങൾ 140 crores ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഭാവി പ്ലാൻ എന്ന് പറഞ്ഞത്. പിന്നെ ഒരു പാൻ ഇന്ത്യ ബ്രാൻഡ് ആകണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. മേ ബി അനദർ 5 yearsൻ്റെ ഉള്ളിൽ അത് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ലവ്ലി. സോ മാം, നമ്മൾ ഭയങ്കരമായിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. ഈ ഗാർഡനും ഇതെല്ലാം കണ്ടിട്ട് വന്നപ്പോൾ തന്നെ ഐ ഫിഗർഡ് ദാറ്റ് യു ആർ എ വെരി ആർട്ടിസ്റ്റിക് പേഴ്സൺ. അപ്പം അതർ ദൻ ഗാർഡനിങ്, വാട്ട് ആർ യുവർ ഹോബീസ്? എനിക്ക് പറയുന്ന പോലെ കുറേ ഹോബീസ് ഉണ്ട്. കുക്കിംഗ് എനിക്കിഷ്ടമാണ്, ബേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ കോണ്ടിനെൻ്റൽ ഫുഡ് അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ കാലത്ത് ചോറും കറിയും മാത്രമേ ഉള്ളൂ. പക്ഷെ പുതിയ ജനറേഷന് അതൊക്കെയാണ് ഇഷ്ടം. ഈവൻ എൻ്റെ പേരക്കുട്ടികൾ വന്നാലും. അപ്പോൾ ഞാൻ കോണ്ടിനെൻ്റൽ ഡിഷൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു, അതൊക്കെ ഉണ്ടാക്കും. അതുകൂടാതെ പെയിൻറ്റിങ് എൻ്റെ വലിയൊരു ഹോബിയാണ്, ഒരു സ്ട്രെസ് ബസ്റ്ററും കൂടിയാണ്. അപ്പോൾ രാവിലെയൊക്കെ കാപ്പി കുടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ ഞാൻ പെയിൻറ്റ് ചെയ്യും. പിന്നെ എക്സസൈസിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഓഫീസിൽ പോണത്. അപ്പോൾ അതൊക്കെ ഒരു നേരം വെളുത്ത് എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പൊ അത് എന്നെ രാവിലെ തന്നെ എന്നെ വളരെ എനർജി തരുന്ന, ലുക്ക് ഫോർവേഡ് ടു ഡു സംതിങ് ഇൻ ദ മോർണിംഗ്, ഏർലി മോർണിംഗ്. പിന്നെ ഓഫീസിൽ പോയാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ ഇതൊക്കെ തന്നെ ഹോബീസ്. ഗാർഡൻ, നല്ല ലാൻഡ്സ്കേപ്പിംഗ്, ഇതൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ എത്രയൊക്കെ ജോലിക്കാരെ വെച്ചാലും നമ്മൾ നോക്കിയില്ലെങ്കിൽ അതൊന്ന് അപ്പോൾ അതൊക്കെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. Ma'am, thank you so much for being on Walk with me. I really appreciate your time. Thank you so much.